വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കൊരു നല്ല പിതാവിനെ കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ സ്വത്തുക്കൾ എല്ലാം നഷ്ടപ്പെടുത്തി ജീവിതം മുഴുവൻ നശിപ്പിച്ച് മടങ്ങി വരുന്ന നാം മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന ആ ചെറുപ്പക്കാരൻ. അവനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ആ പിതാവ് ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് സ്വീകരിച്ച് തൻ്റെ വസ്ത്രമെല്ലാം മാറി അവനെ പുതുവസ്ത്രം ഇടുവിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിന്റെ ഒരു പ്രകടമായ കാഴ്ച. നാം എത്ര ദൂരെ അകന്നു പോയാലും, നാം വീട് വിട്ടുപോയെന്ന് പറഞ്ഞാലും, ദൈവത്തെ വിട്ട് അകന്നോടിയാലും നമ്മെ കാത്തിരിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അതാണ് എല്ലാ സമയത്തും നാം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. ദൈവസ്നേഹം ഒരിക്കലും മാറിപ്പോകത്തില്ല. എല്ലാം നഷ്ടപ്പെടുത്തി അവൻ തിരിച്ചു വരുമ്പോഴും ആ പിതാവ് അവനെ കാത്തിരിക്കുകയായിരുന്നു. അതെ, ദൈവം നിങ്ങളെ കാത്തിരിക്കുക, കർത്താവ് നിങ്ങളെ കാത്തിരിക്കുക. ചില സമയങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽ നാം ദൈവത്തിൽ നിന്ന് അകന്ന് യാത്ര ചെയ്യും, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് യാത്ര ചെയ്യും. പ്രാർത്ഥനയോ വ്യക്തിപരമായിട്ടുള്ള ആത്മീക ജീവിതമോ നഷ്ടപ്പെടുത്തി കളയാം. എന്നാൽ ഇന്നും നമ്മെ കാത്തിരിക്കുന്ന സ്നേഹവാനായ ഒരു ദൈവമുണ്ട്. ലോകത്തിലെ ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ കാര്യത്തിന്റെ പേരിൽ നമ്മെ പുറത്താക്കുകയോ നമ്മളെ ബന്ധം വേർപിടിക്കുകയോ ചെയ്യും. എന്നാൽ ദൈവസ്നേഹം ഒരിക്കലും അങ്ങനെയല്ല. അത് ആജീവനാന്തമുള്ളതാ, വിട്ടുകളയാത്ത, തള്ളിക്കളയാത്തൊരു സ്നേഹം. അതുകൊണ്ട് തന്നെ എത്ര ദൂരെയാണെങ്കിലും മടങ്ങി വരാനുള്ള ഒരു ആഹ്വാനമാണ് ഞാൻ ഈ പ്രഭാതത്തിൽ നൽകുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയെങ്കിൽ, തെറ്റുകൾ പറ്റി കുറ്റക്കാരനാണ്, പാപിയാണെന്ന് തോന്നുന്നെങ്കിൽ നിരാശപ്പെടേണ്ട. നിങ്ങളെ ചേർത്ത് ആലിംഗനം ചെയ്യാൻ കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ, കർത്താവെ ഞാൻ തെറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചു, അരുതാത്തത് പറ്റിപ്പോയെന്ന് ആത്മാർത്ഥതയോടെ പറയാൻ മനസ്സുണ്ടെങ്കിൽ, നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കാനും കഴിയുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അവൻ നിങ്ങളുടെ പിതാവായിരിക്കട്ടെ. നഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, നിരാശകളെല്ലാം മാറിയിട്ട് ഒരു സ്വസ്ഥതയോടൊരു ജീവിതം നയിക്കാനായി, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നുകൂടൊന്ന് പണിയാനായിട്ട് ഇന്ന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതെ, നമ്മളെ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ഒപ്പം തന്നെ നമ്മളെ തിരഞ്ഞു വന്ന് നഷ്ടപ്പെടുന്ന സ്ഥലത്ത് നമ്മളെ തിരികെ കൊണ്ടുവന്നൊരു കർത്താവുണ്ട്. ഇന്ന് ദൈവം ചിലരെ തിരികെ കൊണ്ടുവരും. ദൈവിക ബന്ധത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ദൈവം മടക്കി കൊണ്ടുവരും. അതെ, നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ അകന്നിരിക്കേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ദൈവസ്നേഹം മാറിപ്പോകത്തില്ല. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് നിരാശപ്പെട്ട് എനിക്കിനിയും കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ദൈവാത്മാവ് അവരെ തൊടുകയും ഒരു പുതിയ ജീവിതം ആരംഭിപ്പാൻ കൃപ ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് പ്രിയ സഹോദരനെ, പ്രിയ സഹോദരിയെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മടങ്ങി വരാൻ, കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ.